ജാവയിലെ പ്രോഗ്രാമിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും എക്സിക്യൂഷൻ എങ്ങനെയാണ് വർക്കിംഗ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ പ്രോഗ്രാം മുതൽ നമുക്ക് ജാവയുടെ കോർ കൺസെപ്റ്റുകളുള്ള എല്ലാം ഓരോ പ്രോഗ്രാമുകളായിട്ട് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോഗ്രാം, ഈ പ്രോഗ്രാമിൽ ഇതൊരു നോർമലായി നമ്മൾ സാധാരണ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. അതിൽ ഉപയോഗിച്ചത് ജസ്റ്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ആദ്യം ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇമ്പോർട്ട് java.util.star ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ജാവ ലൈബ്രറിയിൽ ഇൻക്ലൂഡ് ചെയ്ത പാക്കേജുകളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരുപാട് ഫങ്ഷനുകൾ ജാവ ക്ലാസ് ലൈബ്രറിയിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പ്രോഗ്രാമിംഗ് കുറച്ചും കൂടി സിമ്പിളാക്കാൻ വേണ്ടി പല ആവശ്യങ്ങൾക്കുള്ള ഒരുപാട് ഫങ്ഷനുകൾ നമ്മുടെ ജാവ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ അത്തരം ഫങ്ഷനുകൾ ഒരു ക്ലാസ്സിനുള്ളിലായിരിക്കും ഉണ്ടാവുക. ആ ക്ലാസ്സുകളുടെ കളക്ഷനെയാണ് പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ആ ക്ലാസ് ആവശ്യമാണ്. ആ ക്ലാസ്സിന് വേണ്ടി നമ്മൾ ആ പാക്കേജിനെ നമ്മളെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയത്. അതായത് ഇവിടെ സ്കാനർ എന്നൊരു ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്കാനർ ഉപയോഗിച്ചിട്ടുള്ള ഒരു റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ സ്കാനർ ക്ലാസ്. ഇൻപുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിലെ മെത്തേഡുകൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ആ ക്ലാസ് അടങ്ങിയ പാക്കേജിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനാണ് ഈ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്കാനർ ക്ലാസ് ഇൻക്ലൂഡിങ് java.util പാക്കേജ്. ദെൻ ഫസ്റ്റ് നോർമൽ ഒരു പ്രോഗ്രാമാണത്. ഇതിൻ്റെ സ്ട്രക്ചർ, ജാവ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. മെയിൻ ഫംഗ്ഷൻ ഒരു ക്ലാസ്സിനുള്ളിലായിരിക്കും മെയിൻ ഫംഗ്ഷൻ ഉണ്ടായിരിക്കുക. എല്ലാ മെത്തേഡുകളും ഒരു ക്ലാസ്സിനുള്ളിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മെയിൻ ഫംഗ്ഷനും മെയിൻ മെത്തേഡും ഒരു ക്ലാസ്സിനുള്ളിലായിരിക്കും. ക്ലാസ് എ, ക്ലാസ് നെയിം. ദെൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ മെത്തേഡിന് പാരാമീറ്ററായിട്ട് സ്ട്രിങ് args. ഇത് നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. പ്രോഗ്രാമിലേക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പാസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റർ സ്റ്റോർ ചെയ്യുന്ന സ്പേസാണ് ഈ args എന്നുള്ള ഈ ഒരു അറേ. ഇത് മെയിൻ ഫംഗ്ഷൻ. ദെൻ വിത്തിൻ മെയിൻ ഫംഗ്ഷൻ എപ്പോഴും ഒരു പ്രോഗ്രാമിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. പ്രോഗ്രാമിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മെയിൻ ഫംഗ്ഷനിലുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റ് എ എന്നത് ഒരു ഡിക്ലറേഷനാണ്, ഒരു വാരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയും. അതായത് പ്രോഗ്രാമിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മെമ്മറി സ്പേസാണ് ഈ വാരിയബിൾസിലേക്ക് വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ വാരിയബിളിൻ്റെ ഡിക്ലറേഷൻ ഡാറ്റ ടൈപ്പ് വാരിയബിൾ നെയിം, ഇൻറ്റ് എ എന്നത് വാരിയബിൾ നെയിം. ദെൻ നമ്മൾ ഒരു സ്കാനർ ക്ലാസ് ആണ് യൂസ് ചെയ്തത്. സ്കാനർ ക്ലാസ് ഒരു ഇൻപുട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കീബോർഡിൽ നിന്ന് എന്തെങ്കിലും വാല്യൂസ് റീഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഈ സ്കാനർ ക്ലാസ്സിലെ മെത്തേഡുകൾ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സ്കാനർ ക്ലാസ് എന്ന ഒരു ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിലുള്ള മെത്തേഡുകൾ നമുക്ക് എന്തിനു സഹായിക്കുന്നു? ഇൻപുട്ടുകളെ റീഡ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഉള്ള മെത്തേഡുകളെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിനെ യൂസ് ചെയ്യണം. ഈ ജാവ പ്രോഗ്രാമിംഗ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ആയതുകൊണ്ട് ഈ ക്ലാസ്സിനെ നമുക്ക് മെത്തേഡുകളെ ആക്സസ് ചെയ്യാൻ നമ്മൾ ആ ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ആ മെത്തേഡുകളെ ആക്സസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കോഡ് എഴുതിയിട്ടുള്ളത്. സ്കാനർ ക്ലാസ് ജനറൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റ് ഡിക്ലറേഷൻ്റെ സിൻടാക്സ് ഇതായിരിക്കും. ക്ലാസ് ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ദെൻ അഗെയിൻ ക്ലാസ് നെയിം വിത്തിൻ ബ്രാക്കറ്റ്. ഇതാണ് സിൻടാക്സ്. ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള പാരാമീറ്റർ വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. അതൊരു ഇൻപുട്ടാണ്, ഇൻപുട്ട് പ്രോസസ്സാണ് നടക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ system.in എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്.
ദെൻ ഒബ്ജക്റ്റ് ക്രിയേഷൻ, സ്കാനർ ആയതുകൊണ്ട് സ്കാനർ SC ഈക്വൽ ടു ന്യൂ സ്കാനർ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇനി SC ഡോട്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഒബ്ജക്റ്റിന് ആ ക്ലാസ്സിനുള്ളിലെ മെത്തേഡുകളെ ആക്സസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട സിൻറ്റാക്സ് ഇങ്ങനെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിൻറ്റാക്സ് ഇതാണ്. ഏതാണോ വേരിയബിൾ, ഏത് വേരിയബിളിലേക്കാണോ വാല്യൂ അസൈൻ ചെയ്യുന്നത്, വേരിയബിൾ എ ഈസ് ഈക്വൽ ടു SC ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. നെക്സ്റ്റ് ഇൻറ്റ് എന്ന മെത്തേഡ് ഇൻറ്റിജേഴ്സ് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് നെക്സ്റ്റ് ഇൻറ്റ് ഏത് ക്ലാസ്സിലാണുള്ളത്, സ്കാനർ ക്ലാസ്സിലെ മെത്തേഡാണ് നെക്സ്റ്റ് ഇൻറ്റ്. സോ SC ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് എന്താണോ കീബോർഡിൽ നിന്ന് ഗെറ്റ് ചെയ്യണ വാല്യൂ അത് എ എന്ന വേരിയബിളിൽ അസൈൻ ചെയ്യും. ഇനി ഇവിടെ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഫോർ വൈൽ, ഡു വൈൽ, ദെൻ ഒരു ഫോർ ഈച്ചിനെ പറ്റി പറഞ്ഞു. അറയിലൂടെ ട്രാവേഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർ ഈച്ച്. ഇവിടെ ഒരു ഫോർ ലൂപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റ് I ഈക്വൽ ടു 0, I എന്ന വേരിയബിൾ 0, I ലെസ് ദാൻ എ, കണ്ടീഷൻ I ലെസ് ദാൻ എ, ദെൻ I പ്ലസ് പ്ലസ്. അതിൻ്റെ ഉള്ളിൽ സിസ്റ്റം ഡോട്ട് println, ഇത് പ്രിൻറ്റ് ചെയ്യാൻ ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് println. ദെൻ I പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ I എന്നത് വേരിയബിൾ പ്രിൻറ്റ് ചെയ്യുന്നു. അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്പർ ഓഫ് കണ്ടീഷൻ, ഫോർ ലൂപ്പിൻ്റെ വർക്കിംഗ് നിങ്ങൾക്കറിയാം. ഫോർ ലൂപ്പ് ഫസ്റ്റ് ഇനീഷ്യലൈസേഷൻ, ഫസ്റ്റ് കണ്ടീഷൻ, ദെൻ ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഇൻക്രിമെൻറ്റിലേക്ക് പോകും. ദെൻ അഗെയിൻ കണ്ടീഷൻ ചെക്കിങ്. ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. എപ്പോഴാണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ കൺട്രോൾ കം ഔട്ട് ഓഫ് ദി ലൂപ്പ്. അപ്പോൾ ഇവിടെ ഈ I ലെസ് ദാൻ എ, നമ്മൾ എത്രയാണോ എയുടെ വാല്യൂ എൻട്രി ചെയ്യുന്നത് അത്രയും തവണ ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println വർക്ക് ചെയ്യും. അതാണ് ഈ ഫോർ ലൂപ്പ് മീൻ ചെയ്യുന്നത്. കണ്ടീഷൻ I ലെസ് ദാൻ എ എന്ന് പറഞ്ഞാൽ ആദ്യം 0 ആവും, പിന്നെ 1 ആവും. എത്രയാണോ, അപ്പോൾ ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ആദ്യം 0 ആകുമ്പോൾ ഒരു വട്ടം I പ്രിൻറ്റ് ചെയ്യും, 0 പ്രിൻറ്റ് ചെയ്യും, 0 പ്രിൻറ്റ് ചെയ്തു. ദെൻ I പ്ലസ് പ്ലസ്, I ഈസ് ഈക്വൽ ടു 1. നമുക്ക് ആദ്യം മുതൽ നോക്കാം. I ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കേസ് I ഈക്വൽ ടു 0, I ലെസ് ദാൻ n, എ ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ട്രൂ, 0 പ്രിൻറ്റ് ചെയ്യും. ദെൻ I പ്ലസ് പ്ലസ്, I ഈസ് ഈക്വൽ ടു 1, പ്രിൻ്റ് I 1 പ്രിൻറ്റ് ചെയ്യും. ദെൻ I പ്ലസ് പ്ലസ്, I ഈസ് ഈക്വൽ ടു 2 പ്രിൻറ്റ് ചെയ്യും. 3 ലെസ് ദാൻ 5 ട്രൂ, 3 പ്രിൻറ്റ് ചെയ്യും. 4 ട്രൂ, 4 പ്രിൻറ്റ് ചെയ്യും. ദെൻ I പ്ലസ് പ്ലസ്, I ഈസ് ഈക്വൽ ടു 5, I ഈസ് ഈക്വൽ ടു 5, കണ്ടീഷൻ ഫോൾസ്, 5 ലെസ് ദാൻ 5 ഇസ് ഫോൾസ്. സോ 0 1 2 3 4 5 ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. 0 1 2 3 4 ഇതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. സെക്കൻഡ് പ്രോഗ്രാം നോക്കുക. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മുടെ ജാവയുടെ ഒരു ക്ലാസസ് ആൻഡ് ഒബ്ജക്റ്റ് എന്ന കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസസ് സബ്ജക്റ്റ് വെച്ച് ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഫസ്റ്റ് എഴുതേണ്ടത് ഇമ്പോർട്ടിംഗ് ആണ്. ഇമ്പോർട്ടിംഗ് എന്നത് ഇവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ചെറിയ ഫങ്ഷൻസ്, മെത്തേഡ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ടുള്ള മെത്തേഡുകളൊന്നുമില്ല. അതുകൊണ്ട് ഇമ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എഴുതണ്ട, ഞാൻ പറഞ്ഞു. ഇവിടെ യൂസ് ചെയ്യുന്ന ആകെ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് മാത്രമാണ് പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സിസ്റ്റം എന്ന ക്ലാസ് ജാവ ഡോട്ട് ലാങ് ലൈബ്രറിയിലാണുള്ളത്. ജാവ ഡോട്ട് ലാങ് അത് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആവുന്ന ഒരു പാക്കേജാണ്. അത് നമ്മൾ കോഡിൽ യൂസ് ചെയ്യേണ്ട. അപ്പോൾ അതിന് ഇമ്പോർട്ടിംഗ് ഒന്നുമില്ല. ദെൻ ക്ലാസ് എ ഈസ് എ ക്ലാസ്. ദെൻ ഇൻറ്റ് I എന്നത് ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ. നമ്മൾ ക്ലാസ്സിനെ പറ്റി പറഞ്ഞു. ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ്സിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് വേരിയബിൾസ്, മെത്തേഡ്സ്. ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനുള്ള സിൻറ്റാക്സ് ടൈപ്പ് വേരിയബിൾ നെയിം. ഇൻറ്റ് എ എന്ന ക്ലാസ്സിലൊരു ഇൻസ്റ്റൻസ് വേരിയബിളാണ് I. ദെൻ ക്ലാസ് ക്ലോസ് ചെയ്തു. ക്ലാസ്സിലൊരു ഇൻസ്റ്റൻസ് വേരിയബിൾസ് മാത്രമുള്ള ഒരു ക്ലാസ്സാണ് എ. ദെൻ ക്ലാസ് ബി, അനദർ ക്ലാസ്. ഒരു പ്രോഗ്രാമിൽ ഒന്നിലധികം ക്ലാസ്സുകൾ ഉണ്ടാവാം. ഒരു ക്ലാസ് ആകാം, ഒന്നിലധികം ക്ലാസ്സുകൾ ഉണ്ടാവാം. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ മറ്റൊരു ക്ലാസ്സിലാണുള്ളത്. ക്ലാസ് ബി എന്ന ക്ലാസ്സിലാണ് മെയിൻ ഫംഗ്ഷൻ ഉള്ളത്. ദെൻ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എ ഈസ് ഈക്വൽ ടു ന്യൂ എ, ദാറ്റ് ഈസ് എ എന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്.
നമുക്ക് ക്ലാസ്സിലെ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് എ ഇസ് ഈക്വൽ ടു ന്യൂ എ എന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ദെൻ system.out.println a.i എന്ന ഒബ്ജക്റ്റിലെ ഐ എന്ന വേരിയബിളിനെ പ്രിൻ്റ് ചെയ്യാനാണ് ഈ കോഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ എൻട്രി എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിലേക്കാണ് വരിക. ഫസ്റ്റ് എ ഇസ് ഈക്വൽ ടു ന്യൂ എ എന്ന ക്ലാസ്സിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് എ എന്ന ഒരു ഒബ്ജക്റ്റ്, എ നമ്മൾ പഠിച്ചു, ഇതൊരു ഒബ്ജക്റ്റ് എന്നത് ഒരു റഫറൻസ് ടൈപ്പാണ് ഒബ്ജക്റ്റുകൾ. ഒബ്ജക്റ്റ് എന്നത് ഒരു പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലേക്ക് റെഫർ ചെയ്യുന്നതാണ്. അപ്പോൾ എ എന്നത് ഒരു മെമ്മറിക്ക് റെഫർ ചെയ്യുകയായിരിക്കും. ആ ഒബ്ജക്റ്റ് അതിനുള്ളിൽ എ എന്ന ക്യാപിറ്റൽ എ ഈ ക്ലാസ്സിലെ ഒബ്ജക്റ്റാണ് എ. സോ അതിനുള്ളിൽ ഐ എന്നൊരു വേരിയബിൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ system.out.println a.i എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്തു. അത് പ്രിൻ്റ് ചെയ്യുന്നത് എയിലുള്ള വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 വെച്ച് അസൈൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ചെയ്യുന്നത് 0 എന്നായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ റിസൾട്ട്. ഔട്ട്പുട്ട് 0. അതിന് കാരണം എന്തെന്ന് പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസ്ട്രക്ടർ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ടർ ഈസ് ഒരു ക്ലാസ്സിലെ ഒരു മെമ്പറാണ് കൺസ്ട്രക്ടർ. എപ്പോഴാണോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ടൈമിൽ ഈ ഒരു പെർട്ടിക്കുലർ കൺസ്ട്രക്ടർ എല്ലാ ക്ലാസ്സിലുള്ള കൺസ്ട്രക്ടർ ഇൻവോക്ക് ആവും. നമ്മൾ കോഡ് യൂസ് ചെയ്ത് കൺസ്ട്രക്ടറായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ കൺസ്ട്രക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ക്ലാസ്സിലാകെ ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ, ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ. സോ ആ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. ആ കൺസ്ട്രക്ടർ ഈ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യും. നമ്മൾ കൺസ്ട്രക്ടറിനെ കുറിച്ച് പറഞ്ഞു. കൺസ്ട്രക്ടേഴ്സ് ആർ ക്ലാസ് മെമ്പേഴ്സ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ഒബ്ജക്റ്റുകളെ ഇനീഷ്യലൈസ് ചെയ്യാനാണ് കൺസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കൺസ്ട്രക്ടർ, ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഈ ക്ലാസ് എ എന്ന ക്ലാസ്സിന് ക്രിയേറ്റ് ചെയ്ത ഈ എ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യും. അതായത് ഇവിടെ ഇനീഷ്യലൈസേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല, കൺസ്ട്രക്ടർ നമ്മൾ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഡിഫോൾട്ട് കൺസ്ട്രക്ടർ 0 വെച്ച് അസൈൻ ചെയ്യും. അതുകൊണ്ട് ഇതിലുള്ള വാല്യൂ 0 ആയിരിക്കും. ദെൻ പ്രിൻ്റ് ചെയ്യുന്ന നേരത്ത് 0 ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്. ഇതിൽ പ്രത്യേകം പറയാനുള്ളത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻറ്റാക്സ് ഇതായിരിക്കും. ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ, ദെൻ ക്ലാസ് നെയിം. 2 പാർട്ടാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ ഉണ്ടാവുക. ഫസ്റ്റ് ഒരു പാർട്ട് മെമ്മറി അലോക്കേഷനും ഒരു പാർട്ട് വേരിയബിൾ ക്രിയേഷനും. എ എന്ന ക്ലാസ്സിൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു ടെംപ്ലേറ്റ് ആണെന്ന് പറഞ്ഞു. ആ ടെംപ്ലേറ്റ് ടൈപ്പിലൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് സെക്ഷൻ. സെക്കൻഡ് സെക്ഷൻ അതിനൊരു പർട്ടിക്കുലർ മെമ്മറി ഏരിയ അലോക്കേറ്റ് ചെയ്യും. ആ മെമ്മറീൻ്റെ ഏരിയ അഡ്രസ്സ്, ആ റെഫറൻസ് എയിലേക്ക് അസൈൻ ചെയ്യും. അതാണ് ഒബ്ജക്റ്റിൽ മെമ്മറിയിൽ സംഭവിക്കുന്നത്. ആ ഒബ്ജക്റ്റിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിനൊക്കെയുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. മറ്റൊരു പ്രോഗ്രാം നോക്കാം. ജാവയിലെ ക്ലാസ് എ, ഇതിലൊരു ക്ലാസ്, ആ ക്ലാസ്സിലെ ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ അതേപോലെ ഒരു മെത്തേഡും അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ക്ലാസ് എ ഒരു ക്ലാസ്സാണ്. ഇൻറ്റ് ഐ ഈസ് ആൻ ഇൻസ്റ്റൻസ് വേരിയബിൾ. വോയിഡ് INCRE എന്നതൊരു മെത്തേഡാണ്. ഇൻസ്റ്റൻസ് വേരിയബിൾ INCRE ഒരു മെത്തേഡാണ്. വിത്തിൻ മെത്തേഡിൽ ഒരു കോഡ് എഴുതിയത് I++, ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള കോഡാണ് INCRE എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ക്ലാസ്സുകളിൽ 2 മെമ്പേഴ്സായി ഉണ്ടായിരിക്കുക, ഇൻസ്റ്റൻസ് വേരിയബിൾസും മെത്തേഡ്സും. ഇൻസ്റ്റൻസ് വേരിയബിൾസ് പറഞ്ഞാൽ ഡാറ്റാസ് ആണ്. മെത്തേഡ്സ് എന്ന് പറയുന്നത് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോഡുകളായിരിക്കും മെത്തേഡുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ഐ എന്ന വേരിയബിളിനെ, ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നൊരു മാനിപ്പുലേഷനാണ് ഈ INCRE മെത്തേഡ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സുകൾ നമ്മൾ ഒരു ജാവ പ്രോഗ്രാമിൽ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഒരു ഡാറ്റകൾ ഉണ്ടാവും, ഡാറ്റയെ റീഡ് ചെയ്യാനൊരു ഫംഗ്ഷൻ, ഡാറ്റയെ റൈറ്റ് ചെയ്യാൻ മറ്റൊരു ഫംഗ്ഷൻ, അങ്ങനെ ആ ഡാറ്റയുടെ മാനിപ്പുലേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും മെത്തേഡുകൾ.
നമ്മൾ ജാവ ഹൂക്ക് കൺസെപ്റ്റിൽ ആ കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചതാണ്, എന്താണ് ഒബ്ജക്റ്റ് എന്നുള്ള കൺസെപ്റ്റ് എല്ലാം. അപ്പോൾ ഇൻഡ് INCRE അതിന് വിത്തിൻ മെത്തേഡ് INCRE മെത്തേഡിൽ I ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ഒരു കോഡ്. ഈ I എന്നത് ഇൻസ്റ്റൻസ് വേരിയബിൾ ഇൻക്രിമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ INCRE. ദെൻ അനദർ ക്ലാസ് ബി എന്ന ക്ലാസ്സിലാണ് മെയിൻ ഫംഗ്ഷൻ ഉള്ളത്. മെയിൻ ഫംഗ്ഷനിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫംഗ്ഷൻ കോളിംഗ് നടത്തുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഇതൊരു ഒബ്ജക്റ്റ് ക്രിയേഷനാണ്. എ ഈസ് ഈക്വൽ ടു ന്യൂ എ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്. ദെൻ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് INCRE എന്ന മെത്തേഡിനെ കോൾ ചെയ്യുന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. മെത്തേഡ് കോളിങ്ങിന് ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഓപ്പറേറ്റർ മെത്തേഡ് നെയിം ദെൻ A.I എന്ന ഒബ്ജക്റ്റിൻ്റെ I എന്ന വാല്യൂ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് മെയിൻ ഫംഗ്ഷനിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ ആയിരിക്കും. എ എന്ന ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്, സ്മോൾ a. അപ്പം നമ്മൾ എ എന്ന ഒബ്ജക്റ്റ് ആ ഒരു മെമ്മറി ഏരിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റ് എ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്. അപ്പോൾ എ എന്ന ക്ലാസ്സിൽ I എന്ന ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടായിരിക്കും, INCRE എന്നൊരു മെത്തേഡും ഉണ്ടായിരിക്കും. ഈ INCRE മെത്തേഡും I എന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടായിരിക്കും. അറ്റ് ദ ടൈം ഓഫ് ഒബ്ജക്റ്റ് ക്രിയേഷനിൽ എ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ടർ ഇൻവോക്ക് ചെയ്യും. കൺസ്ട്രക്ടർ ഇതിലെ ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യും. ഒബ്ജക്റ്റ് കൺസ്ട്രക്ടേഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റുകളെ ഇനീഷ്യലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൺസ്ട്രക്ടേഴ്സ്. ഇതിൽ നമ്മളൊരു കൺസ്ട്രക്ടർ ഇതിൽ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി ഒരു ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഈ ഒബ്ജക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യും, I equal to 0 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും. സോ നൗ I is equal to 0. ദെൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ കോളിംഗ് A.INCRE എ എന്ന ഒബ്ജക്റ്റിലെ INCRE എന്ന മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നത്. INCRE എന്ന മെത്തേഡിൽ I++ എന്നിട്ടുള്ള ഒരു കോഡാണ് എഴുതിയിട്ടത്. I++, അതായത് ഈ INCRE എന്ന് പറയുന്നത് I വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ I വാല്യൂ ഇവിടെ 1 ആയി മാറും. 1 ആയിരിക്കും Iയുടെ വാല്യൂ. ദെൻ A.I പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 1 എന്നായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. മെത്തേഡ് കോളിംഗ് ആണ് ഇവിടെ. ക്ലാസ് ഒരു ഇൻസ്റ്റൻസ് വേരിയബിളും ഒരു മെത്തേഡും ഉള്ള ഒരു ക്ലാസ്. ആ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മെത്തേഡിനെ കോൾ ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ നോക്കിയത്.